എല്ലാവരെയും ഒരു കാര്യം കാണിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല ഞാൻ മുന്തിരി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ട്. എനിക്ക് ഒരു കൊലം മുന്തിരി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലും മുന്തിരിയൊക്കെ പിടിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒരു കൊലം മുന്തിരി പിടിച്ച് ഇനി അത് ബാക്കി പടത്തിയിട്ടുണ്ട്. ഇങ്ങനെ പടർന്ന് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച നമ്മുടെ നാട്ടിൽ പിടിക്കത്തില്ലായിരിക്കുമെന്ന്. ഇങ്ങനെ ഒരു കൊലം മുന്തിരി പിടിച്ച് എല്ലാവരും ഇപ്പം മുന്തിരിയൊക്കെ വെച്ച് പിടിപ്പിക്കണം കേട്ടോ. നമ്മുടെ നാട്ടിലും ഇതെല്ലാം പിടിക്കുന്ന സാധനങ്ങളാണ്. അതുപോലാണ്ട് കപ്പലണ്ടി ഉണ്ടോ? കപ്പലണ്ടിയും നമ്മൾ പച്ചക്കപ്പലണ്ടി മേടിച്ച് ഇതുപോലെ പാവിയാൽ മതി, കിളിച്ചോളൂ. 6 മാസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ തണ്ടെല്ലാം വാടി ചുമന്ന് ഉണങ്ങും. അപ്പോൾ ഇത് പറിക്കണം. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാവി ആ സമയത്തിന് പറിക്കാത്തതുകൊണ്ട് അതെല്ലാം പോയി. അതിൻ്റെ ആ വിത്തുകളിൽ നിന്നാണ് ഇത് ഇത്രയും കിളിച്ചേക്കുന്നത്. അതുപോലെ നിങ്ങളും ഇതെല്ലാം ചെയ്യണം കേട്ടോ. വേണ്ട സീനയാ വെച്ച് പിടിപ്പിച്ച പൂ പിടിച്ചേക്കുന്നുണ്ട്. പല കളറിലുണ്ട്. അതുപോലെ ബന്ദി ഉണ്ട്. സീന ഒത്തിരി ഉണ്ട്. അതുപോലെ എനിക്ക് കൂടുതലും വഴുതനത്തിൻ്റെ തൈയാണ്. വഴുതനങ്ങ എല്ലാം പൂത്ത് നീല എല്ലാം പൂത്ത് വരുന്നതേ ഉള്ളൂ. വേറൊരു കളറിലെ സീന ഉണ്ടോ? ഇത് വെന്തിയ. പിന്നെ തക്കാളി അങ്ങ് പോയതായിരുന്നേ. അതും തക്കാളിക്ക പിടിക്കാൻ തുടങ്ങി. എലി കടിച്ച് പറിച്ച് അതെല്ലാം പോയി വെട്ടിക്കളഞ്ഞതാണ്. അപ്പോൾ വീണ്ടും പൂത്ത് തക്കാളിക്ക കണ്ടിച്ച് വിട്ടപ്പം തക്കാളിക്ക പിടിക്കാൻ തുടങ്ങി. ഇത് ആണ് വേറെ ഒരു അടുക്ക് വെന്തിയല്ല ജമന്തി. വെന്തിയ ജമന്തി അല്ല. പോലെ തന്നെ കോവയ്ക്ക പിടിക്കാൻ തുടങ്ങി. അതൊക്കെ പൂക്കുന്നതേ ഉള്ളൂ. ഇത് ഞാൻ നമ്മുടെ കണിക്ക് വെച്ചിരുന്ന മത്തങ്ങ ഉണ്ടല്ലോ, കണി മത്തങ്ങ, അതിൻ്റെ അരി കൊണ്ടുവന്ന് പൊട്ടിച്ച് പാവി മൊത്തത്തിൽ ഇട്ടി. അമ്മേരിച്ച് കിളിക്കത്തില്ലെന്നും പറഞ്ഞിട്ടത് അത് മൊത്തത്തിൽ അങ്ങ് കിളിച്ച്. ഇത് വെള്ള നീലയുടെ ഇളം വഴുതനങ്ങ ഇതെല്ലാം ഉണ്ടെല്ലാം പൂത്ത് വരുന്നേ ഉള്ളൂ. വേണ്ട കറിയാപ്പ്. പിന്നെ പാവയ്ക്കൊക്കെ പിടിച്ച് കേട്ടോ. ഞാൻ കവറിലാക്കിയിലും കുപ്പിയിലും ഒക്കെ ആക്കി ഇട്ടേക്കുവാണ്. കുപ്പിയിലൊക്കെ ആക്കി ഇടുമ്പോഴേ ഇതിന് പുഴു കയറത്തില്ല. പിന്നെ ചെറുതൊക്കെ വീണ് കിടക്കുന്നുണ്ട്, അത് കവറിലാക്കണം. അതുപോലെ റോസാപ്പൂ പിടിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ മുട്ടുമൊക്കെ ഉണ്ട്. ഇത് ഓറഞ്ചിൻ്റെ അരി ഇട്ട് ഞാൻ കിളിപ്പിച്ചതാ. ഓറഞ്ചാണെന്നോ നാരങ്ങയാണെന്നോ ഇനി പിടിച്ച് വരുമ്പോഴേ അറിയത്തുള്ളൂ. അതൊന്നും പൂത്ത് കിട്ടിയിരുന്നെങ്കിൽ അറിയാമായിരുന്നു. തുളസി ഇത് നാരകമാണ് കേട്ടോ. ഇത് കണ്ടോ, കൊഴുവാലൻ ചെടി പൂ പിടിച്ചിരിക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയാണ് കാണാൻ. അരി കൊണ്ടിട്ട് കിളിപ്പിച്ചതാണ്. അതങ്ങ് ഇപ്പോൾ നമ്മളൊരു മൂട് കൊണ്ടിട്ട് പിടിപ്പിച്ചാൽ മതി, പിന്നെ അങ്ങ് ഇഷ്ടം പോലെ ഇതിൻ്റെ അരി വീണ് കിളിച്ചോളൂ. അതുപോലെ പയർ, നീളം പയറാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ 2-3 ചീനിക്കമ്പൊക്കെ നട്ടിട്ടുണ്ട്. ചീനിക്കമ്പ്
ആനക്കൊമ്പൻ വെണ്ട. ഇത് ആനക്കൊമ്പൻ വെണ്ട ഞാൻ ഓൺലൈൻ വഴി വിത്ത് മേടിച്ച് കുളിപ്പിച്ചതാണ്. വെണ്ടയ്ക്ക പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, ചെറുതായിട്ട് തുടങ്ങി. നീലക്കാന്താരി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, അതെല്ലാം അങ്ങ് നശിച്ചു പോയി. അതിൻ്റെ അരി എങ്ങാണ്ട് വീണ് കിടന്ന് കിളിച്ചതാണ്. ഇപ്പോൾ പിടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ കൂടെ പച്ചമുളകുണ്ട്. ഇതെല്ലാം നിൽക്കുന്നത് വഴുതനമാണ്. ഒരു മൂട് പേരയുണ്ട്. ഇത് വെള്ള വഴുതനമാണെന്ന് തോന്നുന്നു, പിടിച്ചില്ല, പൂക്കുന്നേ ഉള്ളൂ. ഇതിനയുടെ വേറൊരു കളറ്. ഇതും വെണ്ടയാണ്. അതും അങ്ങനെ കൊല്ലം വഴി വരുത്തിയതാണ്. അല്ല, പൂത്ത് ഇതൊക്കെ ഏതൊക്കെ കളറാണെന്ന് പിടിച്ച് വരുമ്പോഴേ അറിയത്തുള്ളൂ. വെന്തിയുണ്ട്, വെന്തി. ഇതും അത് തന്നെ, വെണ്ട. ഞാൻ ആ കണി മത്തങ്ങയുടെ 2 മൂടെടുത്ത് മാറ്റി നട്ടതാണ്. അത് കിളിച്ച് പടരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു മൂട് മത്തം അവിടെ ഒരിടത്ത് നിന്നത് ഞാൻ പിഴുതുകൊണ്ട് വെച്ചതാണ്. അതും പടരാൻ തുടങ്ങി. ചീര, നമുക്ക് ചീരയൊക്കെ അരിയുടെ ഇല എവിടെയെങ്കിലുമൊക്കെ കിടന്നങ്ങ് കിളിച്ചോളൂ. അതൊന്നും ഞാൻ പിഴുത് നട്ടതല്ല, എല്ലാം തന്നെ കിളിച്ച് വന്ന അരി കിടന്നു. നമുക്കൊരു തോരനുള്ള ചീരയൊക്കെ പിച്ച് ഉണ്ട്. പച്ചച്ചീര, പിന്നെ പാവയ്ക്ക. ഇതും ഒരു മൂട് പാവല ഉണ്ട്, കുപ്പിയിലാക്കിയിട്ടുണ്ട്. കുപ്പിയിൽ ഇതൊക്കെ ഒരുപാട് വളരുന്നതെല്ലാം തോന്നുന്നത് പിച്ചണം. ഇതിനകത്ത് കൊണ്ടൊരു പാവല കവറിനകത്താക്കി ഇട്ടിട്ടുണ്ട്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൃഷിയൊക്കെ ചെയ്യണം കേട്ടോ. കൃഷിയൊക്കെ ചെയ്താൽ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പിച്ചിയെടുക്കാം. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ബന്ദി വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. ബന്ദിയുടെ പൂവിനൊരു വല്ലാത്തൊരു മണമല്ലയോ. അപ്പോൾ ഈ പ്രാണികളൊന്നും ഇതിനകത്ത് അടുക്കത്തില്ല, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ബന്ദി വെച്ച് പിടിപ്പിച്ചാൽ. അതുകൊണ്ട് എല്ലാവരും ബന്ദിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൃഷി ചെയ്യുമ്പം വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. നമുക്ക് പൂവും കണ്ട് ആസ്വദിക്കാം. ഈ പ്രാണികളിൽ എല്ലാം ഒഴിവാക്കി കിട്ടുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. എൻ്റെ വീഡിയോ എല്ലാവരും കാണണേ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തും. ബൈ.